ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT സൊല്യൂഷൻസ് +2 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആസ് r equal to t1 t2 such that r equal to t1 t2 such that t1 is similar to t2 is equivalent relation. Consider three right angle triangle, T1 with the side 3, 4, 5, T2 with the side 5, 12, 13, T3 with the side 6, 8, 10. Which triangle among T1, T2, T3 and T3 are related? അതായത് നമ്മൾ എല്ലാ ട്രയാങ്കിളും സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ട്രയാങ്കിളൊക്കെ കൺസിഡർ ചെയ്യാണ്. കണ്ടീഷൻ ഇതാണ്: T1 ഈസ് സിമിലർ ടു T2 എന്ന് പറയുന്ന റിലേഷൻ അത് ഈക്വലന്റ് റിലേഷൻ ആണെന്നുള്ളത് നമ്മൾ തെളിയിക്കണം. അതേപോലെ തന്നെ നമുക്ക് 3 റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, T1, T2, T3 എന്ന് പറഞ്ഞിട്ട്. ഈ ട്രയാങ്കിളിൽ ഏതൊക്കെ ട്രയാങ്കിളാണ് റിലേഷൻ ഉള്ളത് എന്നുള്ളതും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ് ആണെന്നുണ്ടെങ്കിൽ, റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിലേ എന്താവുള്ളൂ, ഒരു റിലേഷൻ ഈക്വലന്റ് റിലേഷൻ ആവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ റിഫ്ലക്സിവിറ്റി ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എ ബിലോങ്സ് ടു ആർ എന്നാണ്. രണ്ടും ഒരേ നമ്പറുകൾ എന്ത് ചെയ്യണം, ഈ റിലേഷനിൽ ബിലോങ്സ് ടു ചെയ്യണം, അഥവാ അതിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആർ എന്ന് പറയുന്ന റിലേഷൻ T1 T2, T1 ഈസ് സിമിലർ ടു T2 എന്നാണ്. ഏതൊരു ട്രയാങ്കിളും ആ ട്രയാങ്കിളിന് തന്നെ സിമിലർ ആണ്. എവറി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, എവറി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ്. ഏതൊരു ട്രയാങ്കിളും ആ ട്രയാങ്കിളിനെ തന്നെ വെച്ച് നോക്കുമ്പോൾ അത് സിമിലറും ആണ്, ഈക്വൽ ആണ്, അല്ലേ? നമുക്കിവിടെ സിമിലാരിറ്റി മാത്രം മതി. അപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ട്രയാങ്കിളിനെ വെച്ച് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സിമിലർ ആണ്. അപ്പം നമുക്ക് പറയാം TT ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ട്രയാങ്കിൾ T ഈസ് സിമിലർ ടു ട്രയാങ്കിൾ T. ട്രയാങ്കിൾ T ഈസ് സിമിലർ ടു ട്രയാങ്കിൾ T എന്ന് പറയാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ TT ബിലോങ്സ് ടു ആർ എന്ന് പറയാം. TT ആറിലുണ്ടെങ്കിൽ ഇറ്റ്സ് റിഫ്ലക്സീവ്. ഓക്കെ, ഇനി സിമ്മട്രിക്ക് ചെക്ക് ചെയ്യാൻ പോകണം. നമ്മൾ സിമ്മട്രിക്ക് ചെക്ക് ചെയ്യാൻ ഇഫ് T1 ഈസ് സിമിലർ ടു T2 ദെൻ T2 സിമിലർ ടു T1. അതായത് മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റൊന്നിന് സിമിലർ ആണ്. ഇപ്പോൾ ഒന്നാമത്തെ ആൾ രണ്ടാമത്തേന് സിമിലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും പറഞ്ഞൂടെ, രണ്ടാമത്തെ ആൾ ഒന്നാമത്തേനും സിമിലർ ആണെന്ന് പറഞ്ഞൂടെ? ഓക്കെ, 1 2 സിമിലർ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചും നമുക്ക് പറഞ്ഞൂടെ 2 1 സിമിലർ ആണെന്നുള്ളത്. അതേപോലെ തന്നെ T1 ഈസ് സിമിലർ ടു T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ചും പറഞ്ഞൂടെ, T2 ആർക്ക് സിമിലർ ആയിരിക്കും, T1 സിമിലർ ആയിരിക്കും. T1 ആർക്ക് സിമിലർ ആണ്, T2 സിമിലർ ആണ്. അപ്പോൾ T2 ആർക്ക് സിമിലർ ആണ്, T1 സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ T1 T2 ബിലോങ്സ് ടു ആർ ആണെന്നുണ്ടെങ്കിൽ T2 T1 ബിലോങ്സ് ടു ആർ എന്ന് പറയും. T1 T2 ഉണ്ടെങ്കിൽ ആരും ഉണ്ട്, T2 T1 ഉണ്ട്. അപ്പോൾ അതെന്തായി, സിമ്മട്രിക് ആയി. ഇനി അടുത്ത നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. T1 സിമിലർ ടു T2 ആൻഡ് T2 സിമിലർ ടു T3 ദെൻ T1 സിമിലർ ടു T3. അതായത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 3 ആളുകൾ 1 എന്ന് പറയുന്നത് 2 സിമിലർ ആണ്. 1 എന്ന് പറയുന്നത് 2 സിമിലർ ആണ്. 2 ആർക്ക് സിമിലർ ആണ്, 3ക്ക് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1ഉം 3ഉം സിമിലർ ആവൂലേ? കാരണം ഈ 2നെ കമ്പയർ ചെയ്ത് 2 1നും 3ക്കും സിമിലർ ആണ്. അപ്പോൾ 1ഉം 3ഉം സിമിലർ ആവൂലേ? ഇല്ലെങ്കിൽ പിന്നെ 2ഉം ഒരെണ്ണത്തിന് സിമിലർ ആവൂലല്ലോ. 1ന് സിമിലർ ആണ് 2, 2ന് സിമിലർ ആണ് 3. അപ്പോൾ 1ഉം 3ഉം എന്താവണം, സിമിലർ ആവണം. ഇല്ലെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ, ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2ന് സിമിലർ ആയിട്ടാണ് രണ്ടാളും കിടക്കുന്നത്. അപ്പോൾ രണ്ടാളും പരസ്പരം 1 2ന് ഈക്വലാണ്, 2 3ന് ഈക്വലാണ്. അപ്പോൾ 1 3 ഈക്വലാന്ന് പറയുന്ന പോലെ തന്നെ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ T1 സിമിലർ ടു T2 എന്ന് പറയുമ്പോൾ T1 T2 ബിലോങ്സ് ടു ആർ എന്ന് പറയാം. T2 സിമിലർ ടു T3 എന്ന് പറയുമ്പോൾ T2 T3 ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അതേപോലെ തന്നെ T1 സിമിലർ ടു T3 എന്ന് പറയുമ്പോഴോ T1 T3 ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അപ്പോൾ T1 T2 ഉണ്ട്, T2 T3 ഉണ്ട്, അതേപോലെ തന്നെ ആരും ഉണ്ട്, T1 T3 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് 3 ആയതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്തായിരിക്കും, ഇതൊരു ഈക്വലന്റ് റിലേഷൻ ആയിരിക്കും. R is reflexive, R is symmetric, and R is transitive. Therefore, it's a
equivalence relation. Therefore R is an equivalence relation. R എന്ത് റിലേഷൻ ആണ്? ഈക്വലന്റ് റിലേഷൻ ആണെന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് T1 T2 എന്ന് പറയുന്ന ട്രയാങ്കിൾസുകളാണ്. T1ന്റെ സൈഡ് 3 4 5 ആണ്. T2ന്റെ സൈഡ് 5 12 13 ആണ്. അതേപോലെ തന്നെ T3യുടെ സൈഡ് 6 8 10 ആണ്. നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ട്രയാങ്കിൾ, 2 triangles are similar, the 3 angles are equal or the 3 sides are in the same ratio. ഈ ട്രയാങ്കിളുകൾ എപ്പോഴൊക്കെയാണ് സിമിലർ ആവുക? ട്രയാങ്കിൾ സിമിലർ ആവാൻ നമുക്ക് കുറച്ച് കണ്ടീഷനുകളുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ എ ഇതിലേതെങ്കിലും ഒന്ന് മതി. കാരണം രണ്ട് ട്രയാങ്കിളുടെ രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തതും ഈക്വൽ ആവും. അപ്പോൾ കോണുകളെല്ലാം തുല്യമായാൽ ആ ട്രയാങ്കിൾ സിമിലർ ആണ്. പിന്നെ വേറൊരു വരുന്ന കണ്ടീഷൻ ഇതാണ്, എസ് സൈഡുകൾ ഈക്വൽ ആവുമല്ല വേണ്ടത്, സൈഡുകളുടെ റേഷ്യോ സെയിം ആയാൽ ട്രയാങ്കിൾ സിമിലർ ആണ്. 3 സൈഡുകളുടെ റേഷ്യോ സെയിം ആയാൽ ട്രയാങ്കിൾ സിമിലർ ആണ്. അടുത്തൊരു കണ്ടീഷൻ വരുന്നത് എങ്ങനെയാണ്? എസ് രണ്ട് സൈഡുകളുടെ റേഷ്യോ സെയിം ആവുക, അതിനിടയിലുള്ള ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിൾ എന്താവുക? ഈക്വൽ ആവുക. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസിന് പഠിക്കുന്നത്. ഇവിടെ ആംഗിളുകളെ കുറിച്ചൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആരെ എടുക്കാൻ പറ്റുള്ളൂ? ഈ SSS എന്ന് പറയുന്ന ക്രൈറ്റീരിയനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, SSS എന്ന് പറയുന്ന ക്രൈറ്റീരിയനെ നമുക്ക് പിന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എടുക്കാൻ പറ്റുള്ളൂ. കാരണം ആംഗിളിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ട്രയാങ്കിൾ എപ്പോഴാണ് സിമിലർ ആവുക? ഒന്നെങ്കിൽ 3 ആംഗിൾസ് ഈക്വൽ ആവണം, അല്ലെങ്കിലോ 3 സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പം നമുക്ക് ഈ സൈഡുകളുടെ ഒക്കെ റേഷ്യോ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ, ദ ഗിവൻ ട്രയാങ്കിൾ ആർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഓൺലി 1 ആംഗിൾ ഈസ് നോൺ. ഒരു ആംഗിളും മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ വി ആർ നോട്ട് ഏബിൾ ടു യൂസ് ദാറ്റ് എ റൂൾ എന്ന് പറയുന്നത്. T1 നമുക്ക് SAS വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. 3 സൈഡ് തന്നുകൊണ്ട് നമ്മൾ SSS യൂസ് ചെയ്താൽ മതി. വി ക്യാൻ ചെക്ക് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സിൻ്റെ റേഷ്യോ ചെക്ക് ചെയ്യാൻ പോവാണ് ഞാൻ. ഫസ്റ്റ് T1 T2 എന്ന് പറയുന്ന 2 ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, T1 T2 എന്ന് പറയുന്ന 2 ട്രയാങ്കിൾ എടുത്തു. അതിലാദ്യം ഞാൻ 3/5 എടുത്തു. ഓക്കെ, ഇനി ഒരു കാര്യം, ഈ ആദ്യം ഹൈപ്പോട്ടനസ് ഏതാന്ന് നോക്കി വെക്കണം കേട്ടോ. ഏറ്റവും വലിയ സൈഡാണ് ഹൈപ്പോട്ടനസ് വരിക. ഓക്കെ, അത് രണ്ടുമാണ് റേഷ്യോ നോക്കേണ്ടത്. ബാക്കി ചിലപ്പോൾ 3/5 എടുക്കാം, അല്ലെങ്കിൽ 3/12 എടുക്കാം. അതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ള 3/5 ആണ്. അത് 3/5 ഇനി ചെറുതാക്കാൻ പറ്റില്ല. പക്ഷെ 4/12 എന്ന് പറയുന്നത് 1/3 ആണ്. 5/13 എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. പക്ഷെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഹൈപ്പോട്ടനസ് എന്നല്ല തുടങ്ങിയത്. ആദ്യം നമ്മൾ ഹൈപ്പോട്ടനസിനെ കൺസിഡർ ചെയ്യുക. കാരണം ഇത് ബേസ് ആവാം, ഇത് 12, ഇതും ബേസ് ആവാം. ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കാം ചിലപ്പോൾ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ. 3/12. ഓക്കെ, ഇപ്പോൾ 3/5ൻ്റെ റേഷ്യോ 3/5 ആണ്. 3/12ൻ്റെ റേഷ്യോ 1/4 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഹൈപ്പോട്ടനസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് ഇവിടെ നിന്നോട്ടെ, ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത് പോയി അത് വിട്ടേക്ക് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാലും സെയിം അല്ല വരിക. 3/12ൻ്റെ റേഷ്യോ 1/4 വരും, മറ്റത് 4/5 ആയിട്ട് തന്നെ കിടക്കും. അപ്പോഴും സെയിം അല്ല കണ്ടോ. ഇവിടെ ആദ്യം നിങ്ങൾ ഹൈപ്പോട്ടനസ് എടുക്കുക. എപ്പോഴും ഏറ്റവും വലിയ സൈഡാണ് ഹൈപ്പോട്ടനസ്, 5/13. ഓക്കെ, സൈഡ്സ് ആർ നോട്ട് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഇതെന്തല്ല? സിമിലർ ആണ്. T1 അടുത്തത് നമ്മൾ T1ഉം T3 എടുക്കുകയാണ്. 3/6 എടുത്തു. നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ച്ച് കളയാം. 3/6 എടുത്തു. ഓക്കെ, ചെറിയ ആംഗിളിന് ഇങ്ങനെ നോക്കിയാലും മതി കേട്ടോ. ഒരു മിനിറ്റ്. 312 വരുന്നല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ ആംഗിളുകളാണല്ലോ നോക്കുക. ഞാൻ ആദ്യം ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തത് കേട്ടോ. ആംഗിൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റത്തെ പറഞ്ഞതിൽ ചെറിയൊരു ഇതുണ്ട്, മാറ്റിത്തരാം. ഇപ്പോൾ 2 ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളിവിടെ ശ്രദ്ധിക്കണേ. ഇതാണ് ഹൈപ്പോട്ടനസ്, 90ന് ഓപ്പോസിറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു 3ഉം 6ഉം എടുത്തു അല്ലേ. ഇവിടെ ഞാൻ 3ഉം 5ഉം എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ 3ഉം 12ഉം വരാം. പക്ഷെ 3ഉം 12 നമുക്ക് അങ്ങനെ വരില്ല കേട്ടോ. നമ്മൾ ഇതാണ് ചെറിയ ആംഗിൾ X എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളത് ചെറിയ സൈഡായിരിക്കും, വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളത് വലിയ സൈഡും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3ഉം 5ഉം അല്ലേ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. 3/6 1/2 കിട്ടും. അടുത്ത കഴിഞ്ഞ് 4/12 ചെയ്യണം. 4/12 ചെയ്യുമ്പോൾ 4നെ 4 കട്ട് ചെയ്യുമ്പോൾ 1, 8നെ 4 കട്ട് ചെയ്യുമ്പോൾ 2. അടുത്ത് 5/10 ചെയ്യുമ്പോഴും 1/2 കിട്ടും. എല്ലാ റേഷ്യോ സെയിം ആണ്. അപ്പോൾ T1 T3 എന്താണ്? റിലേഷൻ ആണ്, സിമിലർ ആണ്. സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. T1 സിമിലർ ടു T3. ഇനി T2 T3 ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ
5/6, 12/8 അങ്ങനെയാണ് പോകുന്നത്. 5/6 നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. പിന്നെ 12/8 ആണ്, അതിനെ ചെറുതാക്കുമ്പോൾ 3/2. രണ്ടും സെയിം ആണോ? അല്ല. ഓക്കെ, സൈഡ്സ് ആർ നോട്ട് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഇവിടെ ആരും മാത്രമേ സിമിലർ ആയിട്ടുള്ളൂ? T1 സിമിലർ ടു T3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം T1 സിമിലർ ടു T3, അഥവാ T1 ആൻഡ് T3 ആർ റിലേറ്റഡ്.